MMO പ്രൈവറ്റ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് DC to DC കൺവേർട്ടർ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗങ്ങൾ DC to DC കൺവേർട്ടർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ഓഫ് ചോപ്പർ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. നമുക്കാദ്യം DC to DC കൺവേർട്ടർ എന്താണെന്ന് നോക്കാം. A DC to DC converter or chopper is an electronic device that converts fixed DC input to a variable DC output or controlled DC output voltage or power directly. ഒരു DC to DC കൺവെർട്ടർ അഥവാ ചോപ്പർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. എന്തിനുപയോഗിക്കുന്നത്? അതായത് സ്വിച്ചിങ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് DC ഇൻപുട്ടിനെ വേരിയബിൾ DC ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് എന്ത്? DC to DC കൺവെർട്ടർ. ഒരു ഫിക്സഡ് DC ഇൻപുട്ട് വോൾട്ടേജ് ഓർ പവർ അതിനെ എന്താക്കി മാറ്റുന്നു? വേരിയബിൾ DC ഔട്ട്പുട്ട്, കൺട്രോൾഡ് ആയിട്ടുള്ള DC ഔട്ട്പുട്ട് ആയിരിക്കും. ആ കൺട്രോൾഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പവറാക്കി മാറ്റാം. അതിനാണ് എന്ത് പറയുക? DC to DC കൺവെർട്ടർ അല്ലെങ്കിൽ ചോപ്പർ എന്നറിയപ്പെടുന്നത്. It is nothing. It is a high-speed switch which connects and disconnects the load from source at a high rate to get variable or chopped voltage at the output. ഈ DC to DC കൺവെർട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമല്ല, എന്താണ്? ഒരു ഹൈ സ്പീഡ് സ്വിച്ചാണ്. ഒരു കണക്ട്സ് ആൻഡ് ഡിസ്കണക്ട് ദ ലോഡ് ഫ്രം സോഴ്സ് ലോഡും തമ്മിൽ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഒന്ന് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു സ്വിച്ച്, ഹൈ സ്പീഡ് സ്വിച്ചാണ്. At a high rate to get variable or chopped voltage at the output. വേരിയബിൾ ഓർ ചോപ്പ്ഡ് വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് നമുക്ക് വേരിയബിൾ അല്ലെങ്കിൽ ചോപ്പ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് ലോഡിനെയും സോഴ്സിനെയും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യുക. ഹൈ സ്പീഡിൽ കണക്ട് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് സ്വിച്ചാണ് എന്ത്? DC to DC കൺവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, DC to DC കൺവേർട്ടറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അതിൽ ഇൻപുട്ട് DC ഫിക്സഡ് വോൾട്ടേജ്, ഒരു DC കൺവേർട്ടർ, DC കൺട്രോൾഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, വോൾട്ട് കിട്ടുന്ന എന്താ? DC to DC കൺവേർട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് കൺവേർട്സ് വൺ DC വോൾട്ടേജ് ലെവൽ ടു അനദർ. ഒരു DC വോൾട്ടേജിനെ ഒരു നിശ്ചിത ലെവലിലുള്ള വോൾട്ടേജിനെ മറ്റൊരു ലെവലിലേക്ക് മാറ്റുക. അത് ഫിക്സഡ് വോൾട്ടേജ് അങ്ങനെ വേരിയബിളാക്കി മാറ്റുക. അതിനെന്ത് പറയുക? DC to DC കൺവേർട്ടർ. DC വോൾട്ടേജിനെ തന്നെ വേരിയബിൾ DC വോൾട്ടേജാക്കി മാറ്റുക. അതിനാണ് നമ്മൾ DC to DC കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് DC to DC കൺവേർട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്. ലീനിയർ റെഗുലേറ്റർ ആൻഡ് സ്വിച്ചിങ് റെഗുലേറ്റർ, ചോപ്പർ അല്ലേ? അതിൽ എ ലീനിയർ റെഗുലേറ്റർ യൂസസ് എ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് വിച്ച് ലോസസ് പവർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതായത് നമ്മൾ ലീനിയർ റെഗുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ എന്താ? റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പാണ് ഉപയോഗിക്കുക. വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പാണ്. എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പോൾ 10 വോൾട്ട് ഇൻപുട്ട് ഉണ്ട്. നമുക്ക് 7805 നമുക്ക് എന്താ ഔട്ട്പുട്ടിൽ 5 വോൾട്ടാണ് കിട്ടില്ല. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 വോൾട്ട് അല്ലേ? 10 വോൾട്ട് ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് 5 വോൾട്ടാണ് ഔട്ടിൽ കിട്ടുന്നത്. ബാക്കി ആ ഡിഫറൻസ്, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിലുള്ള ഡിഫറൻസ് എന്തായിട്ട് സംഭവിക്കുന്നത്? റിലീസ്ഡ് ആസ് എ ഹീറ്റ്. ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് റിലീസ്ഡ് ആസ് ഹീറ്റ്. റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പാണ് ലീനിയർ റെഗുലേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. 70%-നേക്കാൾ കുറവ് എഫിഷ്യൻസിയാണ് അതിലുണ്ടാവുക, ലീനിയർ റെഗുലേറ്ററിലുണ്ടാവുക. എന്നാൽ സ്വിച്ചിങ് റെഗുലേറ്റർ അഥവാ ചോപ്പറിൽ നമ്മൾ യൂസസ് ആൻ ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് വേർ ദ എനർജി ഈസ് സ്റ്റോർഡ് ആൻഡ് ക്യാൻ ബി റിക്കവേർഡ്. അതായത് ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? എനർജി നമുക്ക് നഷ്ടപ്പെടില്ല. അത് സ്റ്റോർ ചെയ്ത് നമുക്കത് വീണ്ടും എടുക്കാം, റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? എനർജി നമുക്കവിടെ നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ദിസ് റിസൾട്ട്സ് എ മച്ച് ഹയർ എഫിഷ്യൻസി ആൻഡ് മച്ച് ലെസ് ഹീറ്റ്. അതായത് എന്താ? കൂടുതൽ എഫിഷ്യൻസി നൽകുന്നുണ്ട്, അതുപോലെ ഹീറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം എന്താവുന്നില്ല, അവിടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നില്ല. നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് നമ്മൾ റിക്കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എനർജി ലോസ് കുറവാണ്. ലീനിയർ റെഗുലേറ്ററിന് എക്സാമ്പിളാണിത് 7A സീരീസ് പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സും 7A സീരീസ് ആയിട്ടുള്ള നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സുമാണ്.
7A സീരീസ് 705 ആണ് +5 വോൾട്ട് കിട്ടും. 7A12 ആണെങ്കിൽ +12 വോൾട്ട്, 7A24 +24 വോൾട്ട് അല്ലേ. 79 സീരീസിൽ വരുന്നതാണ് ഇതൊക്കെ. 7905 -5 വോൾട്ട്, 7912 ആണെങ്കിൽ -12 വോൾട്ട്. അതാണ് നെഗറ്റീവ് വോൾട്ട് റെഗുലേറ്റേഴ്സ്. സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ് അഥവാ ചോപ്പർ എക്സാമ്പിളാണ് ഇത്. ബക്ക് കൺവേർട്ടർ ആയിട്ടുള്ള LM2576, ബൂസ്റ്റ് കൺവേർട്ടർ ആയിട്ടുള്ള LM2621, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ് MC34068. ബക്ക് കൺവേർട്ടർ IC ആണ് LM2576, ബൂസ്റ്റ് കൺവേർട്ടർ LM2621, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ MC34068. നമുക്ക് ടൈപ്പ് ഓഫ് ചോപ്പേഴ്സ് എന്താണെന്ന് നോക്കാം. Chopper is basically a DC to DC converter whose main function or usage is to create adjustable DC voltage from fixed DC voltage source through the use of semiconductors. എന്താണ് ചോപ്പർ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ബേസിക്കലി ഒരു DC to DC കൺവേർട്ടറാണ്. അതിന് മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് അല്ലെങ്കിൽ ഉപയോഗം എന്താണ്? വോൾട്ടേജിൽ നിന്ന് അഡ്ജസ്റ്റബിൾ DC വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചോപ്പറിൻ്റെ ബേസിക് ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത്. ചോപ്പറിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത് ഫിക്സഡ് DC വോൾട്ടേജിൽ നിന്ന് ഒരു അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ വേരിയബിൾ DC വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുക സെമി കണ്ടക്ടേഴ്സിൻ്റെ ഉപയോഗത്തോടു കൂടി, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഫിക്സഡ് DC വോൾട്ടേജിൽ നിന്ന് വേരിയബിൾ DC വോൾട്ടേജ് ഉണ്ടാക്കുക എന്നതാണ് ചോപ്പറിൻ്റെ മെയിൻ ഫങ്ഷൻ. Types of chopper. There are two types of choppers, AC and DC. AC link chopper, DC chopper. ഇത് രണ്ടാണ് ടൈപ്പ് ഓഫ് ചോപ്പറിൽ വരുന്നത്. നമുക്ക് ആദ്യം AC ലിങ്ക് ചോപ്പർ നോക്കാം. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, AC ലിങ്ക് ചോപ്പറിൻ്റെ. AC ലിങ്ക് ചോപ്പറിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു ഇൻവെർട്ടർ ഉണ്ട്, റെക്ടിഫയർ കാണാം. DC ഇൻപുട്ട് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? AC ആയി മാറും അല്ലേ. DCനെ AC ആക്കുന്നതാണ് ഇൻവെർട്ടർ. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് പൾസേറ്റ് സ്ക്വയർ AC കിട്ടും അല്ലേ. ആ AC നമുക്ക് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ചെയ്യാം. എന്തിൻ്റെ സഹായത്തോടെ? ട്രാൻസ്ഫോമറിൻ്റെ സഹായത്തോടെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമ്മൾ റെക്ടിഫയറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? DC കിട്ടും. അപ്പോൾ നമുക്ക് AC-നെ നമുക്ക് എന്താ റെക്ടിഫയറിലൂടെ കടത്തി DC ആക്കി മാറ്റാം. അപ്പോൾ in an AC link chopper, DC is converted to AC with the help of an inverter. After that, AC is stepped up or stepped down by a transformer, which is then converted back to DC by a diode rectifier. അപ്പോൾ ഇവിടെ രണ്ട് കൺവേർഷൻ നടക്കുന്നുണ്ടല്ലേ. നമ്മൾ പറഞ്ഞ DC-നെ ആദ്യം ഇൻവെർട്ടർ AC ആക്കുന്നു, AC-നെ റെക്ടിഫയർ DC ആക്കുന്നു. അപ്പോൾ രണ്ട് കൺവേർഷൻ നടക്കുന്നുണ്ട്. ഈ രണ്ട് കൺവേർഷൻ നടക്കുമ്പോൾ എന്താണ്? എഫിഷ്യൻസി കുറവാവാൻ സാധ്യതയുണ്ട് അല്ലേ. AC ലിങ്ക് ചോപ്പർ ഈസ് കോസ്റ്റ്ലി, ബൾക്കി ആൻഡ് ലെസ് എഫിഷ്യൻറ്റ് ദാൻ DC ചോപ്പർ ബിക്കോസ് കൺവേർഷൻ ഈസ് ഡൺ ഇൻ 2 സ്റ്റേജസ്. കൺവേർഷൻ 2 സ്റ്റേജ് നടക്കുന്നതാണ് കാരണം. എന്തിന് കാരണം? ലെസ് എഫിഷ്യൻ്റ് ആവാനുള്ള കാരണം. അതുപോലെ ബൾക്കി ആവാനുള്ള കാരണം എന്താ? ട്രാൻസ്ഫോമറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താവും? ബൾക്കി ആവും, വലുതാവും, കോസ്റ്റ്ലി ആണ്. ഇനി നമുക്ക് DC ചോപ്പർ എന്താ നോക്കാം. ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ DC ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ചോപ്പറിൻ്റെ ഔട്ട്പുട്ടിൽ തന്നെയാണ് DC തന്നെയാണ്. അപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞ, അതായത് ഇൻപുട്ടിൽ എന്താണ്? ഫിക്സഡ് DC ആണ്, ഔട്ട്പുട്ടിൽ എന്താണ്? വേരിയബിൾ DC ആണ്. അതാണ് വ്യത്യാസം. A DC chopper is a static power electronic device that converts fixed DC input into a variable DC output voltage directly or controlled DC output directly. അതായത് ഒരു DC ചോപ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെ. അതായത് എന്താണ്? ഒരു DC ചോപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. പവർ ഇലക്ട്രോണിക്സ് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ആണ് ഇത് DC ചോപ്പർ. ദാറ്റ് കൺവേർട്സ് ഫിക്സഡ് DC ഇൻപുട്ട് ഇൻ ടു എ വേരിയബിൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ്. ഫിക്സഡ് DCനെ വേരിയബിൾ DC ആക്കി മാറ്റുക, അതല്ലെങ്കിൽ എന്ത്? കൺട്രോൾഡ് DC ഔട്ട്പുട്ടാക്കി മാറ്റുന്നതാണ് എന്ത്? DC ചോപ്പർ. എ ചോപ്പർ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ ഫിക്സഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ്. ചോപ്പർ നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? DC ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് കൂട്ടാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ കുറയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെന്താ പറയുക? എ ചോപ്പർ ക്യാൻ ബി സെറ്റ് ആസ് DC ഇക്വലൻ്റ് ഓഫ് AC ട്രാൻസ്ഫോമർ ആസ് ദേ ബിഹേവ് ഇൻ ആൻ ഐഡൻറ്റിക്കൽ മാനർ. എന്നുവെച്ചാൽ എന്താ? AC-യിൽ നമ്മൾ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ DC-യിൽ നമ്മൾ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ചോപ്പറിനെ നമ്മൾ എന്ത് പറയും? AC ട്രാൻസ്ഫോമറിൻ്റെ DC ഇക്വലൻ്റ് ആണ് ചോപ്പർ എന്ന് പറയാറുണ്ട്.
A DC chopper system has a high efficiency, fast response, and smooth control. A DC chopper system has a high efficiency. Efficiency കൂടുതലാണ് മാത്രമല്ല ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, സ്മൂത്ത് കൺട്രോൾ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ നോക്കാം. ചോപ്പർ ഈസ് എ ഹൈ സ്പീഡ് ഓൺ ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ച്. നമ്മൾ പറഞ്ഞു എന്താണ് ചോപ്പർ? ഒരു ഹൈ സ്പീഡ് ഓൺ ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ച് ആണ്. ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ഓർ ഓഫ് ആസ് ഡിസയേർഡ്. ഇറ്റ് ക്യാൻ ബി ടേൺഡ് ഓൺ ഓർ ഓഫ് ആസ് ഡിസയേർഡ്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ സ്പീഡ് ഓൺ ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ച് ആണെന്ത്? ചോപ്പർ. It connects and disconnects the load from source at a high rate to get variable voltage at the output. For low power applications നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അതായത് ലോ പവർ അപ്ലിക്കേഷൻസിൽ നമ്മൾ ചോപ്പറിൽ ഉപയോഗിക്കുന്നത് GTO, IGBT, പവർ BJT or പവർ മോസ്ഫെറ്റ്. ഓക്കെ, for low power applications GTO, IGBT, power BJT or power MOSFET can be used as switching device. അപ്പോൾ ലോ പവർ ആപ്ലിക്കേഷൻസിൽ നമ്മൾ GTO, IGBTയും പവർ BJTയും പവർ മോസ്ഫെറ്റും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട്. എന്നാൽ ഹൈ പവർ ആപ്ലിക്കേഷൻസിലോ തൈറിസ്റ്റേഴ്സ് ആയിട്ടുള്ള SCR ഒക്കെയാണ് യൂസ് ചെയ്യുക. ഫോർ ഹൈ പവർ ആപ്ലിക്കേഷൻസ് തൈറിസ്റ്റേഴ്സ് ലൈക്ക് SCR ക്യാൻ ബി യൂസ്ഡ് ആസ് സ്വിച്ചിങ് ഡിവൈസ്. ഇൻ ഫിഗറിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ചോപ്പർ സർക്യൂട്ട് ഉണ്ട് അല്ലേ? ഒരു ചോപ്പർ സർക്യൂട്ടിനെ നമ്മൾ ഡോട്ടഡ് ബോക്സിൽ കാണിച്ചിട്ടുണ്ട്, ഡാഷ്ഡ് ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ കാണിക്കട്ടെ ചോപ്പറിൻ്റെ. അതിലൊരു ഡയോഡ് ഉണ്ട്, ഇൻപുട്ട് സോഴ്സ് കാണിച്ചിട്ടുണ്ട്, ഇൻഡക്ടർ ഉണ്ട്, ലോഡും അല്ലേ. അപ്പുറത്ത് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെയും വോൾട്ടേജ് കറണ്ട് വേവ് ഫോമും കൊടുത്തിട്ടുണ്ട്. A chopped load voltage can be obtained from a constant DC supply of voltage which has a magnitude Vs. എന്താ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്? ഒരു ചോപ്പ്ഡ് ലോഡ് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എന്തിൽ നിന്ന്? കോൺസ്റ്റൻറ്റ് DC സപ്ലൈ വോൾട്ടേജ്. ഒരു കോൺസ്റ്റൻറ്റ് DC സപ്ലൈ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് Vs എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ അതിൽ നിന്ന് Vsൽ നിന്ന് നമുക്കൊരു ചോപ്പ്ഡ് ലോഡ് വോൾട്ടേജ് കിട്ടിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ ദിസ് ഇൻപുട്ട് എനർജി ഇസ് സ്റ്റോർഡ് ടെമ്പററിലി ആൻഡ് ദെൻ റിലീസ് ദാറ്റ് എനർജി ടു ദ ഔട്ട്പുട്ട് അറ്റ് എ ഡിഫറെൻറ്റ് വോൾട്ടേജ്. എന്താ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻഡക്ടർ ചാർജ് ആവും, പ്ലസ്സും മൈനസ് അല്ലേ, പ്ലസ് മൈനസ് എന്നുള്ള ഡയറക്ഷനിൽ ഇൻഡക്ടർ എന്താവും സ്റ്റോർ ചെയ്യും, എനർജി സ്റ്റോർ ചെയ്യും. ആ എനർജി അതുവഴി ലോഡിലേക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇൻപുട്ട് എനർജി സ്റ്റോർഡ് ടെമ്പററിലി ആൻഡ് ദെൻ റിലീസ് ദാറ്റ് എനർജി ടു ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോഴേ ഔട്ട്പുട്ടിലേക്ക് റിലീസ് ആവാം. സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് എന്തായിരിക്കും? സ്വിച്ച് ഓപ്പൺ ആവുന്ന സമയത്ത്, സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ, അതായത് ഓൺ പൊസിഷനിൽ ഇൻഡക്ടർ ചാർജ് ആവും, ഓഫ് പൊസിഷനിലോ സ്വിച്ചിൻ്റെ ഓഫ് പൊസിഷനിൽ ഇൻഡക്ടർ എന്താവും? പൊളാരിറ്റി ചേഞ്ച് ആവും, മൈനസ് പ്ലസ് മാറും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും എനർജി, സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ. ദ സ്റ്റോറേജ് മേ ബി ഐദർ യൂസിങ് ഇൻഡക്ടേഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോറേജ് ഓർ കപ്പാസിറ്റേഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോറേജ്. സ്റ്റോറേജ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോറേജ് ആക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോറേജ് ആവാം. ഇൻഡക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റോറേജും, കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോറേജുമാണ്. അപ്പോൾ ഇൻഡക്ടറിൽ അതിൻ്റെ പെർഫോം Vs അതിൻ്റെ ടൈം പീരീഡ് ടി ഓൺ ടി ഓഫ് ടൈം പീരീഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ടി ഓണ് പൊസിഷനേക്കാൾ കുറവാണ് ടി ഓഫ്. അതിൻ്റെ കറണ്ടോ ആദ്യം 0 നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു, പിന്നെ ടി ഓഫ് എത്തുന്ന സമയത്ത് ഡിക്രീസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അല്ലേ. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കറണ്ട് പെർഫോമാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ചോപ്പർ. ചോപ്പറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. In electronics, chopper circuit is used in power control and signal applications. അതായത് ഇലക്ട്രോണിക്സിൽ ചോപ്പർ സർക്യൂട്ട് നമ്മൾ പവർ കൺട്രോൾ ആൻഡ് സിഗ്നൽ ആപ്ലിക്കേഷൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടാണ് ചോപ്പർ അറിയപ്പെടുന്നത്. അപ്പോൾ ചോപ്പർ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ചോപ്പർ യൂസ്ഡ് ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോർ, സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവേഴ്സ്, DC വോൾട്ടേജ് ബൂസ്റ്റിംഗ്, സോളാർ എനർജി കൺവേർഷൻ. ഇതിലൊക്കെ നമുക്ക് ചോപ്പർ യൂസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടോർ, സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ്, DC വോൾട്ടേജ് ബൂസ്റ്റിംഗ്, സോളാർ എനർജി കൺവേർഷൻ. ചോപ്പേഴ്സ് യൂസ്ഡ് ഇൻ ബാറ്ററി ചാർജേഴ്സ്, battery operated vehicle like electric cars, aeroplanes, spaceships,
സ്പേസ് ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ത് ചോപ്പർ നമുക്ക്. അതായത് ഓൺ ബോർഡ് റെഗുലേറ്റഡ് DC പവർ സപ്ലൈ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ആ ചോപ്പർ ഉപയോഗിക്കാൻ പറ്റും. ഓൺ ബോർഡ് റെഗുലേറ്റഡ് DC പവർ സപ്ലൈ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമുക്ക് ചോപ്പർ ഉപയോഗിക്കാം. വേർ ഓൺ ബോർഡ് റെഗുലേറ്റഡ് DC പവർ സപ്ലൈസ് ആർ റിക്വയർഡ് we can use choppers. In general, chopper circuits are used as power supplies in computers, commercial electronics, electronic instruments. ജനറലായിട്ട് ചോപ്പർ സർക്യൂട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറുകളിൽ, കൊമേഴ്സ്യൽ ഇലക്ട്രോണിക്സിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിലൊക്കെയുള്ള പവർ സപ്ലൈസ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, ചോപ്പർ സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. Choppers may be classified depending on input and output voltage level. നമുക്ക് ചോപ്പറിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിൽ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ അല്ലെങ്കിൽ ബക്ക് കൺവേർട്ടർ എന്നറിയപ്പെടുന്നു. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ, ബൂസ്റ്റ് കൺവേർട്ടർ എന്നറിയപ്പെടുന്നു. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോപ്പറിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ കിട്ടുന്നത്. ഏതൊക്കെയാണ്, സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, ബക്ക് കൺവേർട്ടർ എന്നറിയപ്പെടുന്നു. സ്റ്റെപ്പ് അപ്പ് ചോപ്പർ അഥവാ ബൂസ്റ്റ് കൺവേർട്ടർ. ഇനി സർക്യൂട്ട് ഓപ്പറേഷൻ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, 1 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ, 2 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ, 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ. ഇനി കമ്മ്യൂട്ടേഷൻ മെത്തേഡിലാണെങ്കിലോ, വോൾട്ടേജ് കമ്മ്യൂട്ടേറ്റഡ്, കറൻറ്റ് കമ്മ്യൂട്ടേറ്റഡ്, ലോഡ് കമ്മ്യൂട്ടേറ്റഡ്, ഇമ്പൾസ് കമ്മ്യൂട്ടേറ്റഡ്. കമ്മ്യൂട്ടേഷൻ മെത്തേഡിലാണെങ്കിൽ വോൾട്ടേജ് കമ്മ്യൂട്ടേറ്റഡ്, കറൻറ്റ് കമ്മ്യൂട്ടേറ്റഡ്, ലോഡ് കമ്മ്യൂട്ടേറ്റഡ്, ഇമ്പൾസ് കമ്മ്യൂട്ടേറ്റഡ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് സമ്മറൈസ് ചെയ്യാം. DC to DC കൺവേർട്ടർ നമ്മൾ പറഞ്ഞു അല്ലേ, കൺവേർട്സ് 1 DC വോൾട്ടേജ് ലെവൽ ടു അനദർ. ടൈപ്സ്, ലീനിയർ റെഗുലേറ്റേഴ്സ് യൂസസ് എ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ടു regulate. Switching regulator uses an inductive voltage drop. Types of chopper, AC link chopper and DC chopper. Principle of operation, high speed switch. Application നമ്മൾ പറഞ്ഞു, power control and signal applications, power supplies in computers, commercial electronics and electronic instruments. Classification, input and output voltage level, circuit operation level, commutation, based on circuit operation and commutation method. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് ബക്ക് കൺവേർട്ടർ, ബേസിക് സർക്യൂട്ട് ഓഫ് ബക്ക് കൺവേർട്ടർ ഒക്കെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബക്ക് കൺവേർട്ടറിൻ്റെ ബേസിക്സും സർക്യൂട്ട്സും മോഡ്സ് ഓഫ് ഓപ്പറേഷനൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.